ADGP MR അജിത് കുമാർ സംഘപരിവാറുകാരനാണോ? BJP-ക്കാർക്ക് വേണ്ടിയാണോ ADGP MR അജിത് കുമാർ പ്രവർത്തിക്കുന്നത്? ഇതാണിപ്പോൾ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. പ്രതിപക്ഷവും ഭരണപക്ഷവും അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഭരണപക്ഷത്ത് ഔദ്യോഗികമായി ആരും അക്കാര്യം പറഞ്ഞിട്ടില്ല എങ്കിലും PV അൻവറിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം തൃശൂർ പൂരം BJP-ക്ക് വേണ്ടി കലക്കാൻ മുന്നിട്ട് നിന്നത് ADGP MR അജിത് കുമാറാണ് എന്നാണ്. അത് CPM-നെ അനുകൂലിക്കുന്നവർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഔദ്യോഗികമായി CPM നേതാക്കൾ അത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. കാരണം സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെയാണ്. PV അൻവർ ആദ്യം മുതൽ തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ MR അജിത് കുമാർ ഇടപെട്ടതിനെക്കുറിച്ച് കൃത്യമായും പറയുന്നുണ്ട്. സുരേഷ് ഗോപിയുമായുള്ള ഒരു സംഭാഷണവും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അവരൊക്കെ കമ്മികളാണ് എന്ന് പറയുന്ന സംഭാഷണം കേട്ടവർ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട് എന്നാണ്, തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് PV അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ വിവാദമാവുകയും ചെയ്തു. PV അൻവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അങ്കിത് അശോകൻ എന്ന് പറയുന്ന താരതമ്യേന ജൂനിയറായ IPS ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ തൃശൂർ പൂരം കലക്കുക എന്നത് എളുപ്പമല്ല. മുകളിൽ നിന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്ന സമയത്തെല്ലാം തൃശ്ശൂരിലുണ്ടായിരുന്നു ADGP MR അജിത് കുമാർ. അദ്ദേഹം എന്തുകൊണ്ട് ഇടപെട്ടില്ല? അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് കമ്മീഷണർ അങ്കിത് അശോകൻ IPS പ്രവർത്തിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപണവുമായി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോപണം ഗുരുതരമാണ്. ADGP MR അജിത് കുമാർ RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തൃശ്ശൂരിൽ വെച്ച് എന്ന്. തീയതി അടക്കമാണ് അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് 2022 മെയ് 20, 22 തീയതികളിൽ RSSന്റെ ക്യാമ്പ് നടക്കുന്നു തൃശ്ശൂരിൽ. ആ ക്യാമ്പ് നടക്കുന്ന ഘട്ടത്തിൽ RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ കണ്ട് 1 മണിക്കൂർ നേരം ചർച്ച നടത്തി. സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ എന്തിന് ചർച്ച നടത്തി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. 2023 മെയ് 20 മുതൽ 22 വരെ തൃശ്ശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് RSSൻ്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു. ആ RSSൻ്റെ ക്യാമ്പിൽ അവരുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല പങ്കെടുത്തിരുന്നു. ആ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ ADGP ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള അജിത് കുമാറിനെ പറഞ്ഞയച്ചിരുന്നു. അതാണ് ചോദ്യം. 2023 മെയ് 20 മുതൽ 22 വരെ പാറമേക്കാവ് വിദ്യാമന്ദിർ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ, അതായത് ഹോട്ടൽ ഹയാത്തിൽ സ്വന്തം ഔദ്യോഗിക വാഹനം ഇട്ടിട്ട് മറ്റൊരു സ്വകാര്യ കാറിലാണ് ഈ ADGP ഇദ്ദേഹത്തെ കാണാൻ പോയത്, ദത്താത്രേയ ഹൊസബലയെ കാണാൻ പോയത്. 1 മണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചു. പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസ് നേതാവാണ്. സ്വാഭാവികമായും അദ്ദേഹം അതിലൊരു രാഷ്ട്രീയം കാണും. അദ്ദേഹം അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയിൽ ചാരി വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് ADGP ദത്താത്രേയ ഹൊസബലയെ RSSന്റെ ജനറൽ സെക്രട്ടറിയെ കണ്ടത് എന്നാണ് ആരോപണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റേത്. അത് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ സ്വാഭാവികമായ ആരോപണമാണ്. ഇത്തരമൊരു സംഭവം കിട്ടുമ്പോൾ ഔദ്യോഗിക തലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സന്ദർശിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി അറിഞ്ഞിട്ടുണ്ടാകും എന്ന ആരോപണം സ്വാഭാവികമായും നിലനിൽക്കുന്നതാണ്. അത് തള്ളിക്കളയാൻ കഴിയില്ല. പ്രതിപക്ഷം അത് ആയുധമാക്കുകയും ചെയ്യും. മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പാണ്. ഈ ചോദ്യം പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടുവന്നു. എന്നാൽ അതിന് മറുപടി പറഞ്ഞത് ആരാണ്? അതാണ് ഏറ്റവും രസകരം. മറുപടി പറഞ്ഞത് K സുരേന്ദ്രനാണ്, BJP സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി കൂടി നമുക്ക് കേൾക്കാം. സതീശൻ്റെ ഒരു ഉണ്ടയില്ലാത്ത വടിയാണ്. കാരണം അങ്ങനെ ഒരു കൂടിക്കാഴ്ചയും അങ്ങനെ ഒരു ചർച്ചയും അതിൻ്റെ പേരിൽ, പൂരത്തിൻ്റെ പേരിൽ എവിടെയും നടന്നിട്ടില്ല. പൂരം സമയത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ചർച്ചയോ സംഭാഷണമോ നടന്നു എന്നുള്ളതിന് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ VD സതീശൻ പറയുന്നത്? VD സതീശൻ ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. കാരണം ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവതരമായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി BJPയെ കൂടി വലിച്ചിടാനാണ്, അല്ലെങ്കിൽ RSSനെ കൂടി വലിച്ചിടാനാണ് VD സതീശൻ ശ്രമിക്കുന്നത്.
ഒരു തരത്തിലും നിലനിൽക്കാത്ത കാര്യങ്ങളാണ് സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു ഉണ്ടയില്ലാത്ത വെടി. അതിലെ ഒരു സ്ഥലം ഉൾപ്പെടെ പറയുന്നുണ്ട്. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. എന്ത് സ്ഥലം ഇപ്പം ആർക്കും വേണം എവിടെയും പറയാമല്ലോ. അവിടെ സെക്രട്ടറി ഉണ്ടെന്ന് കാണിക്കാൻ എന്താ തെളിവുള്ളത്? എന്തിനാണ് കെ സുരേന്ദ്രൻ ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങുന്നത്? എന്തിനാണ് MR അജിത് കുമാറിന് വേണ്ടി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രതിരോധം തീർക്കുന്നത്? സംശയം കൃത്യമാണ്. എന്തോ ചില ദുരൂഹതകൾ നടന്നിട്ടുണ്ട് എന്നർത്ഥം. RSSന്റെ സംഘപരിവാറിന്റെ ഒരു ഓപ്പറേഷൻ തൃശൂർ പൂരം കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. വളരെ മുമ്പേ തന്നെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഓപ്പറേഷൻ. RSSന്റെ സംഘപരിവാറിന്റെ നേതാക്കൾ തൃശൂർ പൂരം നടക്കുമ്പോൾ ആ സ്ഥലത്തുണ്ടാകുന്നു. സാധാരണ ഉണ്ടാകാറില്ല. ആ ദിവസം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ പൂരം കലക്കാൻ രംഗത്തിറങ്ങി അങ്കിത് അശോകൻ. എല്ലാവരുമായി തർക്കിക്കുന്ന ഘട്ടത്തിൽ, പ്രശ്നം സങ്കീർണമായ ഒരു ഘട്ടത്തിൽ സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നിറങ്ങുന്നു നമ്മുടെ സുരേഷ് ഗോപി, BJP സ്ഥാനാർത്ഥി. എങ്ങനെ വന്നിറങ്ങി എന്ന ചോദ്യം അപ്പോൾ തന്നെ ഉയർന്നിരുന്നു. ദേവസ്വങ്ങൾക്ക് പോലും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് MR അജിത് കുമാറിന്റെ ഇടപെടൽ സംശയകരമാകുന്നത്. അദ്ദേഹം സിറ്റിയിൽ ഉണ്ടായിരുന്നു, ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ഇടപെട്ടില്ല എന്ന ചോദ്യം ഉയർന്നത്. ആ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. അതോടൊപ്പമാണ് VD സതീശന്റെ ആരോപണം കൂടി വന്നത്. ആ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ കെ സുരേന്ദ്രൻ ഇത്രമാത്രം ഓടിക്കിതച്ച് എത്തി. എന്തിനാണ് MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയത് എന്ന ചോദ്യം ഉയരുന്നു. സംശയത്തിൻ്റെ നിഴലിലാണ് MR അജിത് കുമാർ എന്ന കാര്യം സംശയമേ ഇല്ല. അന്ന് അവിടെ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർ എന്ന കാര്യത്തിലും സംശയം ആർക്കും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് RSSും BJPയും ഇപ്പോൾ MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങുന്നത് എന്നതാണ് എല്ലാവരും പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് BJPയും സംഘപരിവാറും ഇപ്പോൾ നിഴലിലാണ്, സംശയത്തിൻ്റെ നിഴലിലാണ് ഉള്ളത്. പൂരം കലക്കി വോട്ട് പിടിക്കാൻ, അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ എങ്ങനെയാണോ ശബരിമലയെ ഉപയോഗിച്ചത് അതുപോലെ തൃശ്ശൂർ പൂരത്തെ ഉപയോഗിക്കാൻ ശ്രമം നടന്നു. ശ്രമത്തിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു. അതിൽ അവർക്ക് സന്തോഷമുണ്ട്. വിജയിച്ച ഒരു ഓപ്പറേഷനാണ്. അതിൻ്റെ ഉള്ളുകളികൾ പുറത്തു വരുന്നത് അവരെ വല്ലാതെ അലോസരപ്പെടുത്തും. അതുതന്നെയാണ് കെ സുരേന്ദ്രൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതും.